ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനാമിക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിപ്പോൾ ഒരു 3rd സെമസ്റ്റർ ബിഫാം സ്റ്റുഡൻ്റ് ആണ്. ഈ ചാനൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഫാമിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. സ്റ്റഡി ലീവ് തുടങ്ങി. നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. എക്സാമിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓൾറെഡി നിങ്ങളെ എല്ലാവരെയും കോളേജിൽ ടീച്ചേഴ്സ് പറഞ്ഞു തന്നു കാണും. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഇത്രയും നാളധികം പഠിച്ചൊന്നുമില്ല, ഇൻറ്റേർണൽ മാർക്സ് ഒക്കെ കുറവായിരുന്നു, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനെ കുറിച്ച് ഒരുപാട് പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. നമ്മൾ സ്റ്റഡി ലീവിന് മാത്രം പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം പാസ് ആവാൻ പറ്റും. യൂണിവേഴ്സിറ്റി എക്സാമിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കുഹാസിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് 75 മാർക്കിനാണ്. 3 മണിക്കൂറാണ് നമുക്ക് ഈ 75 മാർക്കിനും എഴുതാൻ കിട്ടുന്ന സമയം. അതിൽ 2 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 7 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 10 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കാണും. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. അതേപോലെ നമുക്കൊരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാനും പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ID കാർഡ് മസ്റ്റാണ്. ഫുൾ യൂണിഫോം വിത്ത് ID കാർഡിലേ ചെല്ലാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ട പെൻ, പെൻസിൽ, സ്കെയില്, എറൈസർ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ എഴുതുന്ന എക്സാം ഹാള് ഫുൾ ക്യാമറ സർവൈലൻസിലായിരിക്കും. ഈ ക്യാമറ ഫുട്ടേജ് നമ്മൾ കുഹാസിന് അയച്ചു കൊടുക്കും. അതുകൊണ്ട് അവിടെ ഒരു മാൽ പ്രാക്ടീസും നടക്കത്തില്ല. യൂണിവേഴ്സിറ്റി ID നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലാമിനേറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയാലും കുഴപ്പമില്ല. ഫസ്റ്റ് എക്സാം അല്ലേ. സെക്കൻഡ് സെമസ്റ്റർ തൊട്ട് നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്ത് തന്നെ യൂണിവേഴ്സിറ്റി ID കാർഡ് കൊണ്ടുപോകേണ്ടി വരും. നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് ഒരു ബുക്ക്ലെറ്റ് തരും. അത് 52 പേജസ് ഉള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. അതിൽ നമുക്ക് 50 പേജസ് എഴുതാൻ കാണും. ഫ്രണ്ടിലത്തെ പേജും ബാക്കിലത്തെ പേജും അവരുടെ ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളും ആയിരിക്കും. അതിൽ യൂണിവേഴ്സിറ്റി ബുക്ക്ലെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് എക്സാമിന് പോയപ്പോൾ യൂണിവേഴ്സിറ്റി ബുക്ക്ലെറ്റ് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതിൽ ഫ്രണ്ട് പേജിൽ ഇൻസ്ട്രക്ഷൻസും ഏറ്റവും താഴെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പേരെല്ലാം ഫില്ല് ചെയ്യേണ്ടത് അതിൻ്റെ മോഡലും ആയിരിക്കും. അത് BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു മോഡലായിരിക്കും. അവിടെ സൈൻ ചെയ്യേണ്ട കോളം ഒഴിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. അവിടെ സൈൻ ചെയ്യരുത്. അത് ഒരു മോഡലിന് വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ് ഫ്രണ്ട് പേജ്, ഫേസിംഗ് ഷീറ്റ്. നമ്മളിപ്പോൾ ഇതാണ് ബുക്ക്ലെറ്റ് എങ്കിൽ ഇതാണ് ഫേസിംഗ് ഷീറ്റ്. ഇതിന് താഴെ ഒരു മോഡൽ കൊടുത്തിരിക്കും എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടതെന്ന്. ഇനി നമ്മൾ ഈ ബുക്ക്ലെറ്റ് തുറക്കുമ്പോൾ ഈ സൈഡിലാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ അത്രയും. ഇവിടെ 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെ സെക്ഷനിൽ നമ്മൾ ഡേറ്റും ക്വസ്റ്റ്യൻ പേപ്പർ കോഡും മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒന്നും ഫില്ല് ചെയ്യാൻ പാടില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റിലത്തെ സെക്ഷനാണ് നമുക്ക് ഫുള്ള് ഫില്ല് ചെയ്യേണ്ട സെക്ഷൻ. അവിടെ നമ്മുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ അവർ ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, രജിസ്ട്രേഷൻ നമ്പർ ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്ററിനടുത്ത് ചോദിച്ചിട്ടേ ഫില്ല് ചെയ്യാവുള്ളൂ. തെറ്റിച്ച് വെച്ചാൽ കൂടുതൽ ബുക്ക്ലെറ്റ് തരുന്നത് കോളേജിന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ നമുക്ക് ഫ്രണ്ട് പേജിൽ ഏറ്റവും മുകളിൽ ക്വസ്റ്റ്യൻ നമ്പറും കോളംസും കാണും. അതിൽ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഏതൊക്കെ പേജ് നമ്പറിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് എഴുതാനുള്ളതാണ്. നിങ്ങൾ എഴുതി പോകുമ്പോൾ തന്നെ ആ കോളങ്ങൾ ഫില്ല് ചെയ്ത് പോവുക. അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ നമ്പറൊക്കെ ഫില്ല് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ വെപ്രാളത്തിൽ നമ്മൾ വിട്ടുപോകാനോ തെറ്റിക്കാനോ ഉള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. കൃത്യം ടു ദ പോയിന്റ് എന്താണ് അവർ ചോദിച്ചിരിക്കുന്നതെന്ന് നല്ലോണം മനസ്സിലാക്കുക. 2-3 വട്ടം ക്വസ്റ്റ്യൻസ് വായിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ തെറ്റ് തന്നാൽ നമ്മൾ ആൻസർ തെറ്റും. പിന്നെ നമുക്ക് ആ മാർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഏത് ഓർഡറിലാണ് നമ്മൾ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്? മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ അതേ നമ്പറിൻ്റെ ആ 10 മാർക്ക്, പിന്നെ 5 മാർക്ക്, പിന്നെ 2 മാർക്ക്, അതേ ഓർഡറിന് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 10 മാർക്കിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആദ്യം അറ്റൻഡ് ചെയ്യുക, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അങ്ങനെ പോകാൻ ശ്രമിക്കുക. 5 മാർക്കിൻ്റെ ഇതിൻ്റെ ഓർഡർ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്താലും 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും സെയിം ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ആ 19 ക്വസ്റ്റ്യനും അതേ ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രമിക്കും. പക്ഷേ എനിക്ക് 5 മാർക്കിൻ്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നല്ലതുപോലെ അറിയത്തില്ലെങ്കിൽ ഞാൻ അത് വിട്ടിട്ട് 2 മാർക്കിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് 5 മാർക്കിൻ്റെ എഴുതാറുമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വിട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതിയ ക്വസ്റ്റ്യൻസ് സ്ട്രൈക്ക് ചെയ്യുകയോ നമ്മൾ എഴുതാത്ത ക്വസ്റ്റ്യൻസ് സർക്കിൾ ചെയ്യുകയോ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം എടുക്കണം? നമ്മളെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഒരു 20 മിനിറ്റ് കൂടുതൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം പോയാൽ ഒരു 30 മിനിറ്റോളം ഒന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് അത്രയും പോകാതിരിക്കാൻ ശ്രമിക്കുക. 20-25 മിനിറ്റ് കൊണ്ട്
ആ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ്ലി എഴുതി തീർക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ബാക്കി 5 മാർക്കിൻ്റെ 7 ക്വസ്റ്റ്യൻസ് എഴുതാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അതുപോലെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 10 മാർക്കിൻ്റെ ആയാലും 5 മാർക്കിൻ്റെ ആയാലും നല്ലതുപോലെ അറിയാമെന്ന് കരുതി ഫുൾ ടൈം അതിനായിട്ട് ചിലവഴിക്കരുത്. സമയം നോക്കി എഴുതാവൂ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ 10 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാൻ ശ്രമിക്കണം. ഇനി അഥവാ അതിൽ കൂടുതലായിപ്പോയെന്ന് പറഞ്ഞ് ടെൻഷൻ ആവുമെന്ന് വേണ്ട, പെട്ടെന്ന് റാപ്പപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ ശ്രമിക്കണം. 10 മാർക്കിന് നമ്മൾ എത്ര എഴുതിയാലും മാക്സിമം 8.5 മാർക്കേ കിട്ടത്തുള്ളൂ. അതേപോലെ 5 മാർക്കിന് നമ്മൾ എത്ര എഴുതിയാലും 4-4.5 മാർക്കേ കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് കിട്ടത്തില്ല. സോ നമ്മളെ സമയം അനുസരിച്ച് എഴുതി തീർക്കാനായിട്ട് നമ്മൾ നോക്കണം. അതേപോലെ എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഒക്കെ എഴുതി അതിനെ അങ്ങ് ഒതുക്കാൻ ശ്രമിക്കും. പക്ഷേ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 8.5 കിട്ടത്തുള്ളൂ. 8.5 അല്ലെങ്കിൽ 9 കിട്ടത്തില്ല, 8.5 മാർക്കേ കിട്ടത്തുള്ളൂ. പിന്നെ 5 മാർക്കിന് 4-4.5 മാർക്കേ കിട്ടത്തുള്ളൂ. പക്ഷേ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ആ 2 മാർക്കും സ്കോർ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ 10 ക്വസ്റ്റ്യന് 20 മാർക്ക് സ്കോർ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒറ്റ സെൻറ്റൻസിൽ അങ്ങ് ചുരുക്കാതെ എന്തെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ആ 2 മാർക്കും അവർക്കിടാൻ തോന്നണം. അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾ ചെയ്യുക. ഓരോ എക്സാമിനും പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഓരോ രീതിയുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണെങ്കിൽ ഫിഗേഴ്സ് മസ്റ്റാണ്. ഇനിയിപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു സ്കെലിറ്റൽ മസിൽ ആയാലും നിങ്ങൾക്ക് അറിയാവുന്ന ഫിഗർ അത് വരച്ച് വെക്കുക. നല്ല വൃത്തിക്ക് ഫിഗറിന് മാർക്ക് ഉണ്ട്, പകുതി മാർക്കോളം ഫിഗറിനാണുള്ളത്. അപ്പം എല്ലാ ക്വസ്റ്റ്യനും ഫിഗറുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഫിഗർ മസ്റ്റായിട്ട് വരയ്ക്കുക. പെൻസിലിട്ട് മാത്രമേ ഫിഗർ വരയ്ക്കാവൂ. മാക്സിമം ഫിഗറിൻ്റെ ഒരു സൈഡിലോട്ട് തന്നെ എല്ലാം അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക, പെൻസിലിട്ട് തന്നെ. ഫാർമസ്യൂട്ടിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് എല്ലാം എഴുതാൻ ശ്രമിക്കുക. ഇനി അനാലിസിസോ ഇനോർഗാനിക്കോ ആണെങ്കിൽ ഇക്വേഷൻസ് എഴുതേണ്ട സ്ഥലത്തെല്ലാം ഇക്വേഷൻസ് എഴുതണം. അതേപോലെ ഓരോ ഇക്വേഷൻ്റെ താഴെ അതിൻ്റെ പേരും എഴുതണം. ഇപ്പോൾ NaCl ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് താഴെ ഒരു ബ്രാക്കറ്റിൽ എഴുതിയിരിക്കണം. അതിനൊക്കെ മാർക്ക് എക്സ്ട്രാ വീഴുന്നതാണ്. ഇനോർഗാനിക്കിലും അനാലിസിസിലും അസേ ഒക്കെ ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻസ് മറക്കാതെ, ഇക്വേഷൻസും എൻഡ് പോയിന്റ്സും കളർ ചേഞ്ചും എല്ലാം മറക്കാതെ എഴുതാൻ ശ്രമിക്കുക. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് കാര്യത്തിലോട്ട് കടക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എപ്പിത്തീലിയൽ സെൽസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് എപ്പിത്തീലിയൽ സെൽസ്, അതിൻ്റെ ഡിവിഷൻ, അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഓരോ ഡിവിഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എക്സാം പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് മാർക്ക് ഇടുന്നത് കമ്പാരിസൺ ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ പേപ്പറിൽ ഫിഗർ ഉണ്ട്, ഒരു കുട്ടിയുടെ പേപ്പറിൽ ഫിഗർ ഇല്ലെങ്കിൽ ഫിഗർ ഉള്ള കുട്ടിക്ക് ഇപ്പോൾ അത് 2 മാർക്കിൻ്റെ ആയാലും ആ കുട്ടിക്ക് 2 മാർക്ക് ഫുള്ള് കൊടുത്തിട്ട് നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 1.5 മാർക്ക് ഇടത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഫിഗർ എല്ലാ സ്ഥലത്തും വരയ്ക്കുക, ഇക്വേഷൻസ് എല്ലാ സ്ഥലത്തും എഴുതുക. അതേപോലെ ഫിഗർ അവസാനം വരയ്ക്കാമെന്ന് പറഞ്ഞ് സ്ഥലം വിട്ടിട്ട് പോവരുത്. ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഫിഗർ നല്ലോണം വരച്ചിട്ട് പോവാം. ഇനി അഥവാ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും ഒട്ടും അറിയത്തില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടി ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിച്ചിട്ടുള്ള എന്തെങ്കിലും ഓർമ്മ കാണുമല്ലോ, ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇക്വേഷൻസ് ഒക്കെ എപ്പോഴും പെന്നുകൊണ്ട് തന്നെ എഴുതുക. EDTA സ്ട്രക്ചറൊക്കെ നമ്മൾ വരയ്ക്കുമ്പോഴും പെൻ തന്നെ യൂസ് ചെയ്യുക, പെൻസിൽ യൂസ് ചെയ്യരുത്. ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ത്രൂ ഔട്ട് ദ ആൻസർ ഷീറ്റ് നിങ്ങൾ ആ പെൻ തന്നെ യൂസ് ചെയ്യണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാൻ നിങ്ങൾക്ക് പെൻസിൽ അല്ലെങ്കിൽ പെൻ യൂസ് ചെയ്യാം. വേറെ ഒരു കളർ പെന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സ്റ്റഡി ലീവിന് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സിലബസിൻ്റെ പ്രിന്റ് എല്ലാവരുടെ കയ്യിലും കാണും. ആ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഒരു പ്ലാനും ഇല്ലാത്ത കുട്ടികൾ, നിങ്ങൾക്ക് 15 ദിവസമാണല്ലോ സ്റ്റഡി ലീവ്, ഒരു 8 ദിവസം കൊണ്ട് സിലബസ് ഫുള്ള് ഒരു തവണ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഗൂഗിളിൽ തന്നെ BPharm ഫസ്റ്റ് സെമസ്റ്റർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അടിച്ചു നോക്കിയാൽ കുഹാസിന്റെ സൈറ്റിൽ തന്നെ എല്ലാ വർഷത്തെയും പ്രീവിയസ് ഇയർ റെഗുലർ ആൻഡ് സപ്ലി ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും, എല്ലാ സബ്ജക്റ്റിന്റെ കിട്ടും. അതൊന്ന് നോക്കിയിട്ട് മാത്രമേ എക്സാം എഴുതാൻ പോകാവുള്ളൂ. നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചോദിച്ചിട്ടുള്ള സമയങ്ങളും ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷമാണ് എക്സാം എഴുതിയത്. എനിക്ക് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. എങ്ങനെ പഠിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പക്ഷേ പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഫെയ്മൻ, ആക്റ്റീവ് റീകോൾ, അതൊക്കെ ഉണ്ട്. സ്റ്റഡി ലീവിന് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പോമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാം. 25 അല്ലെങ്കിൽ 50 മിനിറ്റ്സ് പഠിച്ചിട്ട് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യുക. ഈ സൈക്കിൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സോസ്റ്റിനും ഒരു ബേൺ ഔട്ടും എല്ലാം തടയാനായിട്ട് പറ്റും.
ഓരോ പോർഷനും പഠിക്കാൻ ഓരോ ടൈം അലോക്കേറ്റ് ചെയ്യുക. പാർക്കിൻസൺസ് ലാ എന്ന് പറയുന്നൊരു ലാ ഉണ്ട്. വർക്ക് എക്സ്പാൻസ് ടു ഫിൽ ദ ടൈം അലോക്കേറ്റഡ് എന്ന് പറയും. ഒരു പോർഷൻ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ നമ്മൾ ഒരു ദിവസം മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡേ ഫുള്ള് ആ പോർഷൻ പഠിക്കാൻ എടുക്കും. ഇനി 2 മണിക്കൂറാണ് നമ്മൾ ആ പോർഷൻ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ 2 മണിക്കൂർ കൊണ്ട് ആ പോർഷൻ തീർക്കും. അതാണ് പാർക്കിൻസൺസ് ലോ. ഇപ്പോഴേ പഠിച്ചാൽ ഓർമ്മ നിൽക്കത്തില്ല, എക്സാമിൻ്റെ തലേന്ന് പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇപ്പോഴേ നിങ്ങൾ പഠിച്ച എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നെടുത്ത് വായിച്ചാൽ മാത്രം മതി. എക്സാമിൻ്റെ തലേന്ന് ഫുൾ സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാനുള്ള സമയം മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളടുത്ത് ടീച്ചേഴ്സും എല്ലാവരും പറയും സ്ട്രെസ്സിൻ്റെ ആവശ്യമേ ഇല്ല, സ്ട്രെസ് എടുക്കരുത്. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം ഞാനായാലും യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. പക്ഷെ നമ്മളതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ ഫുഡ് സ്കിപ്പ് ചെയ്യുകയോ ഉറങ്ങാതിരുന്ന് പഠിക്കുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. നിങ്ങൾക്ക് ഇതുവരെ ഒരു ടോപ്പിക്ക് അറിഞ്ഞുണ്ടെങ്കിൽ പോലും സ്റ്റഡി ലീവിന് നല്ലോണം ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ പറ്റും. അതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഒരു മെസ്സേജ് അയക്കാൻ നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്. അവിടെ നമ്മുടെ പ്രൈഡ് അല്ല നോക്കേണ്ടത്, പാസ്സാവേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഡൗട്ട്സ് വല്ലതും തോന്നുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സിന് ഒരു മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുക. അവർ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നമുക്കിനി കമൻറ്റ് സെക്ഷനിൽ കാണാം. ബൈ.